മനസ്സിനകത്തോളം ഇസ്കൽ നിറയുന്നു കമറിന്റെ മികവുറ്റ മഞ്ചാലിലെങ്കിന് ഇക്കിന്റെ ഈണങ്ങളേറെ മുഴങ്ങുന്നു. അതുപോലെ നമ്മളെ അനീഫ കായക്കൊടി ഈ ആലുവ സംവാദം നൗഷാദ് അക്സനി നടത്തിയ ഒരു ആലുവ സംവാദമുണ്ട്. കേരളത്തിൽ മുജാഹിദ് സുന്നി സംവാദങ്ങൾ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് എന്താ ഇവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലണം എന്തിനാ? ഇവർക്ക് തന്നെ ഇത് ഒരുമിച്ചിരുന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ഒരുമിച്ച് തീരുമാനിച്ചുകൂടെ? പ്രാർത്ഥനയുടെ പേരിലാണോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കേരളത്തിൽ? അപ്പോ നൗഷാദ് അക്സനി ആ സംവാദത്തിൽ വെച്ച് ചോദിക്കണ ചോദ്യം, ആലുവ സംവാദത്തിൽ ആ CD നിങ്ങൾക്ക് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം. കേരളത്തിൽ നിർവചിച്ച് തിരിയപ്പെടാൻ കഴിയുന്ന ഒരു വിഷയം വന്നിട്ട് പോലും 6 ചോദ്യങ്ങൾ 6 മറുപടി എന്ന പേര് പറഞ്ഞ് മുങ്ങുന്ന അനീഫ കായക്കൊടിയെ നിങ്ങൾക്ക് ആ CD കാണാൻ പറ്റും. കാരണം കേരളത്തിൽ തീരുമാനിക്കപ്പെടേണ്ട ഒരു വിഷയം, പ്രാർത്ഥന എന്ന വിഷയം തീരുമാനിക്കപ്പെടേണ്ട ഒരു വിഷയം പോലും അവിടെ വെച്ച് എന്തുണ്ടായിട്ടില്ല, പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുകയാണ്. കൂടുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആദർശ രംഗത്ത് അതിശക്തമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഉസ്താദുമാർ, അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ കർമ്മധരനായ നമ്മളെ പണ്ഡിതന്മാർ, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അദ്ദേഹത്തിന് അതുപോലെ ആഫിയത്തുൽ ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. സുന്നി ഗ്ലോബൽ വോയിസ് ഞങ്ങളെയൊക്കെ പഠനരംഗത്ത് ഏറെ സഹായിച്ചിട്ടുള്ള, മണിക്കൂറുകളോളം ചർച്ചകൾ ചെയ്യാൻ, ഒരുപാട് നേരം അവരോടൊപ്പം ഇരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സുന്നി ഗ്ലോബൽ വോയിസ് റൂം, ബൈലക്സ് രംഗത്ത്, ഇന്റർനെറ്റ് രംഗത്ത് ഏറെ ഉപകരിക്കുന്ന സുന്നി ഗ്ലോബൽ വോയിസ് റൂം, അത് നമ്മുടെ പ്രവർത്തകർ കഴിയും വിധ പ്രചരിപ്പിക്കണം. ആദർശ രംഗത്ത് നമുക്കതൊരു മുതൽക്കൂട്ടാണ്. ഞങ്ങളെപ്പോലത്തെ പ്രവർത്തകർ രാത്രികളിൽ ഉറക്കം വിളിച്ചുകൊണ്ട് ആ ഉസ്താദുമാരോട് ചോദ്യം ചോദിക്കാൻ, ഞങ്ങളൊക്കെ ആദ്യകാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് മണിക്കൂറുകളോളം ഇവരെ റൂമുകളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങളുടെ സുന്നത്ത് ജമാഅത്തിനെ അടിച്ചൊതുക്കാനും ശ്രമിച്ചിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതിലുണ്ടായിരുന്ന പല ഐഡിയകളും ഇന്ന് അപ്രത്യക്ഷമാണ്. ഓൺലൈൻ രംഗത്ത് പോലും ഇവരുടെ സാന്നിധ്യം അറിയിക്കാൻ ഇവർക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു. അതിനുവേണ്ടി സുന്നി ഗ്ലോബൽ വോയിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അജയ്യമായ മുന്നേറ്റം, നെറ്റ്വർക്ക് രംഗത്ത് അജയ്യമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സുന്നി ഗ്ലോബൽ വോയിസ്, നിങ്ങൾ കൃത്യമായും ഇത്തരം ആദർശ പ്രചരണ രംഗത്ത് വളരെ മുന്നേറ്റങ്ങൾ നടത്താൻ ശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ഒരു സദസ്സിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മുജാഹിദ് പാളയത്തിൽ നിന്ന് സുന്നി പാതയിലേക്ക് പ്രവേശിച്ച ഞങ്ങൾക്ക് ഇവിടെ ഈ സ്വീകരണവും വേദിയും ഒരുക്കി തന്ന സംഘാടകർക്ക് ആദ്യമായി എൻ്റെ ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പ്രഗത്ഭരായ പണ്ഡിതന്മാരും വാഗ്മികളും ഇരിക്കുന്ന ഈ വേദിയിൽ ഒരു പ്രസംഗം നടത്താനും മാത്രം പ്രാപ്തി എനിക്കില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ ഞങ്ങളെ കാണുവാനും കേൾക്കുവാനും വന്നിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞങ്ങൾ എന്തുകൊണ്ട് സുന്നിയായി മാറി, അല്ലെങ്കിൽ എന്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വഹാബിസത്തിന്റെ വഴികളിലേക്ക് ഞങ്ങൾ വഴുതി വീണത് എന്ന് നിങ്ങളോട് പറയേണ്ട ബാധ്യത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തീ കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന ഈയാം പാറ്റകളെ പോലെ ആളുകൾ വഹാബിസത്തിന്റെ നരകാഗ്നിയിലേക്ക് തന്റെ ഈമാനെ നഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവ് പരിമിതമാണ്. നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും കുളിയെക്കുറിച്ചും മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചും മദ്രസയിൽ നിന്ന് ഉസ്താദുമാർ പറഞ്ഞു തരുന്ന അറിവിനപ്പുറം, ഇല്ലെങ്കിൽ പരിമിതമായ മദ്രസ വിദ്യാഭ്യാസ കാലത്ത് ലഭിക്കുന്ന അറിവുകൾക്കപ്പുറം മതപരമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഗാധ പാണ്ഡിത്യമൊന്നുമില്ല, തുറന്ന് സമ്മതിക്കുകയാണ്.
ചില മേഖലകളിൽ കേരളത്തിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ പലതായിരിക്കാം. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ മതപഠനത്തിന് വേണ്ടി സമയം ചിലവഴിക്കാൻ മടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിറകെ പരക്കം പാഞ്ഞു നടക്കുന്നതിനിടയിൽ മതവിദ്യാഭ്യാസത്തെക്കുറിച്ച് മറന്നുപോയതുമായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഗൗരവം കൊടുത്ത് കാണാതിരിക്കും ഉള്ള അവസ്ഥയിലുമായിരിക്കാം. ഏതായാലും ഈമാനെ മറന്ന് ഭൗതികതയുടെ പിന്നാലെ പോയ ആ വലിയ തെറ്റിനെ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് ദുആ ചെയ്യുന്നു. ഉസ്താദുമാരും മാതാപിതാക്കളും കാണിച്ചു തന്ന വഴി പിൻപറ്റി ഇബാദത്ത് ചെയ്തിരുന്ന ഞങ്ങൾ മൗലീദ് പാരായണവും നബിദിനാചരണങ്ങളും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സാധാരണയായിട്ട് പങ്കെടുക്കുന്ന പതിവാണ്. ഔലിയാക്കളുടെ ഖബറുകളിൽ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യാറുണ്ടായിരുന്നു മുൻപ്. ആ ഇടയ്ക്ക് ഞങ്ങളോട് പരിചയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചില പ്രവർത്തകർ ഞങ്ങളോട് കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവരുടെ ഈ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെരഞ്ഞു പിടിച്ച് ചോദിക്കുകയുള്ളൂ. കാരണം ഉത്തരം പറയാൻ അറിയില്ല എന്ന് ഉറപ്പുള്ളവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം മുട്ടിക്കോളും. പിന്നെ അവരെ പണി എളുപ്പമാണ്. ഏത് കാര്യത്തിനും തെളിവുണ്ടോ എന്നാ ചോദ്യം. ഹൈക്കല്ല് കെട്ടുന്നതിന് തെളിവുണ്ടോ? മന്ത്രി ചൂതുന്നതിന് തെളിവുണ്ടോ? മൗലീദ് നടത്തുന്നതിന് തെളിവുണ്ടോ? നബിദിനാചരണം നടത്തുന്നതിന് തെളിവുണ്ടോ? റബീഉൽ അവ്വൽ 12 നബിദിനാണ് ഞങ്ങൾക്കറിയാം. റബീഉൽ അവ്വൽ മാസത്തില് മൗലീദ് ഉണ്ടാവും, നേർച്ച ഉണ്ടാവും. അതിനപ്പുറം അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള അറിവ് ഞങ്ങൾക്കില്ല. ഉസ്താദന്മാര് പറയണേ ഞങ്ങൾ കണ്ട് ചെയ്യണത് തക്ലീദ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അറബി ഭാഷയായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഖുർആൻ ഓതുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അറിയുന്നത് അല്ലാഹു അല. ഇങ്ങനെയുള്ള ഞങ്ങളടുത്ത് കുറച്ച് ഹദീസുകളൊക്കെ പറഞ്ഞ് അവരർത്ഥം പറഞ്ഞു തരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ അറിവുള്ള ആൾക്കാർ പറഞ്ഞു തരില്ലേ, ശ്രദ്ധിക്കും. ഈ ശ്രദ്ധിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി അവരുമായുള്ള നിരന്തര സമ്പർക്കം വഴി അവർ പറയുന്നതാണ് ദീന് എന്നുള്ള നിലയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. പിന്നെ കുറെ കാസറ്റുകളും ലഘുലേഖകളൊക്കെ കിട്ടും. ഞങ്ങൾ കേൾക്കുന്നത് അവരെ ആയിരുന്നു. അങ്ങനെയാണ് അവർ പറയുന്നതാണ് ദീൻ എന്നുള്ള നിലയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നതും ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവികരെയും മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വന്നതും. എന്നാൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇടവന്നപ്പോൾ അതിനകത്തുള്ള കാപട്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ വിവാദങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ വഹാബി മൗലവിമാരുടെ വാക്കുകൾക്കപ്പുറം ചിന്തിക്കാതിരുന്ന ഞങ്ങളുടെ ചിന്താശക്തി വീണ്ടെടുത്തു. സുബ്ഹാനല്ലാഹ്. കാരുണ്യവാനും കരുണാമയനുമായ അല്ലാഹുവിന്റെ സ്തുതി. ഞങ്ങളുടെ അറിവില്ലായ്മയെ നീ പുറത്തു തരണമേ അല്ലാഹുവേ. ഞങ്ങളുടെ ബുദ്ധിയെ നീ മരവിപ്പിക്കല്ലേ അല്ലാഹ്. ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ പ്രദേശങ്ങളിലും നിയുക്തരായ പ്രവാചകന്മാർ വഴി വന്നിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് ശരിയായ അഖീദയെന്ന്, അവ തമ്മിൽ വൈരുദ്ധ്യമോ വ്യത്യാസമോ ഇല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്നാൽ നവോത്ഥാനത്തിന്റെ വക്താക്കളായി തിരുത്തൽവാദികളായി വന്ന പുത്തൻവാദക്കാർ, ആദ്യം തൗഹീദിന്റെ പേരിൽ സുന്നികളെ കാഫിറാക്കിയവർ, അതേ തൗഹീദിന്റെ പേരിൽ ആശയപരമായി പരസ്പര വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളാകുകയും പരസ്പരം കാഫിറുകളായും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മറഞ്ഞ വഴിയിലൂടെ അല്ലാഹു അല്ലാത്ത വസ്തുവിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ
ഗുണം പ്രതീക്ഷിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്താൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവമാക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വഹാബിസം ലോക മുസ്ലിങ്ങളെ മാറ്റിയത്. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചു തേടുമ്പോൾ അത് മറഞ്ഞ വഴിയിലുള്ള തേട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നാണ് അവരുടെ വാദം. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നതും ജിന്നുബാധയിലും ദൃഷ്ടിദോഷത്തിലും വിശ്വസിക്കുന്നതും ബറക്കത്തെടുക്കുന്നതുമെല്ലാം ശിർക്കാണെന്ന് ആയിരുന്നു ആദ്യകാല വഹാബി വിശ്വാസം. കാരണം അതെല്ലാം മറഞ്ഞ വഴിയിലുള്ള ഉപകാരമോ ഉപദ്രവമോ ആണ് എന്നാണ്. എന്നാൽ ജിന്ന് വിവാദം തലപൊക്കിയതോടെ ആശയപരമായി പരസ്പര വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളായി മാറി പരസ്പരം കാഫിറുകളായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ പ്രസ്ഥാനം ചെന്നെത്തിയിരുന്നു. ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ, ഹദീസുകൾ ക്രോഡീകരിച്ച് നിവേദനം ചെയ്ത ലോക മുസ്ലിങ്ങൾ ആദരപൂർവ്വം സ്മരിക്കുന്ന ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ പോലെ പോലും വാപ്പയ്ക്ക് വിളിക്കുന്ന ഇരുവേറ്റി ഗ്രൂപ്പ് മുതൽ ജിന്നും സിഹറും ബാധിച്ച് ഇരിക്കപ്പൊറുതിയില്ലാത്ത ഔദ്യോഗിക ഗ്രൂപ്പ് വരെ പരസ്പരം കാഫിറുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുത്തൽവാദികളായി വന്ന പുത്തൻവാദക്കാരിൽ നിരവധി ഗ്രൂപ്പുകളുണ്ടെന്നും അവർ ആശയപരമായി പരസ്പര വിരുദ്ധ നിലപാടുകളിലാണെന്നും തൗഹീദിനെ കുറിച്ച് വ്യക്തമായ നിർവചനം ഇവരെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥ തൗഹീദിനെ ഞങ്ങൾ തേടുകയായിരുന്നു. കരിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ വലിച്ചെറിഞ്ഞത് തന്നെയാണ് യഥാർത്ഥ മാണിക്യമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഫിഖ്ഹിന്റെ ആകത്തുകയായ മദ്ഹബുകളുടെ ഇമാമുമാരെ തഖ്ലീദ് ചെയ്യുന്നത് തെറ്റല്ല എന്നും അത് മാത്രമാണ് ശരിയെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. മഹാപണ്ഡിതന്മാർ പഠിപ്പിച്ച സുന്നി പാതയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുജാഹിദുകളുടെ പല പാഠങ്ങളും അംഗീകരിച്ചാൽ ഇസ്ലാം നമ്മിലേക്ക് പകർന്നു തന്ന വിശുദ്ധ ശൃംഖല മുഴുവനും മുശ്രിക്കുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടി വരും. മാത്രമല്ല നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് അവകാശപ്പെടുന്നവർക്ക് ഇതുവരേക്കും തൗഹീദിനെ പോലും തീരുമാനിക്കാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓരോരോ ആഴ്ചയിലും മാറി മാറി വരുന്നതല്ല തൗഹീദ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയായ സുന്നി പാതയിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് വഹാബിസത്തിന്റെ പ്രധാന പ്രചാരകങ്ങൾ ആയിരുന്നു ഇതിനു മുമ്പ് ഈ വേദിയിൽ സംസാരിച്ച എന്റെ പ്രിയ സുഹൃത്ത് നയാബ്. ഞങ്ങളെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചതും അദ്ദേഹമായിരുന്നു. എന്നാൽ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ സത്യദീനിന്റെ യഥാർത്ഥ പാത ഞങ്ങൾക്ക് മുന്നിൽ തുറന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നയാബ് തന്നെയാണ് ഈ തിരിച്ചുവരവിനും ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ആരെല്ലാം മുജാഹിദ് ആശയത്തിലേക്ക് അല്ലെങ്കിൽ വഹാബിസത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടിട്ടുണ്ടോ അവരെയെല്ലാം കണ്ട് അവരെയെല്ലാം കാര്യങ്ങൾ ബോധിപ്പിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ പാത എന്താണെന്ന് ബോധ്യപ്പെടുത്തുകൊണ്ട് തന്നെയാണ് ലോക മുസ്ലിങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനും അഹ്ലുസുന്നയുടെ വക്താവും മാനവികതയുടെ വക്താവും ആയ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ സുന്നി പാതയിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. കാരുണ്യവാനായ നാഥ,
ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണമേ. വാക്കാലും പ്രവൃത്തിയാലും ചിന്തകളാലും ഞങ്ങളിലുണ്ടായ തെറ്റുകളെ നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഉസ്താദുമാർക്കും നീ ദീർഘായുസ്സിനെ നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ നീ ദീർഘായുസ്സിനെ നൽകണമേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും ഹൗലുൽ കൗസറിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഈ സദസ്സിനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ എന്ന ദുആയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ താൽക്കാലികമായി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ ആദർശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കാന്തപുരം ഉസ്താദ്, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, SYSന്റെയും SSFന്റെയും നേതാക്കളെ, പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദേശം ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ദേശം രാത്രി ഒരു 9 മണിയോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ വെള്ളറട ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് നമ്മുടെ കേരളത്തിലെ വാർത്താ ചാനലുകളിൽ ഒരു വാർത്ത ഇങ്ങനെ ഫ്ലാഷ് ന്യൂസായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്ന ഒരു രംഗം ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ള മുഴുവൻ സുന്നി പ്രവർത്തകർക്കും മുജാഹിദ് പ്രവർത്തകരുടെയും മനസ്സുകളിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങളിൽ നിന്ന് 17ഓളം മുജാഹിദ് തീവ്രവാദികളെ പിടികൂടി എന്നാണ്. അന്ന് സാധാരണ ഒരു മതസംഘടനയുടെ ഒരു യൂണിറ്റ് സമ്മേളനമോ അല്ല എങ്കിൽ യൂണിറ്റിന്റെ ആ രൂപീകരണവുമായി ബന്ധപ്പെട്ടോ അതിന്റെ നേതാക്കന്മാർ ആ പ്രദേശം സന്ദർശിച്ച് ഒരു യൂണിറ്റ് രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വരുമ്പോൾ തന്നെ ആ പ്രദേശത്തൊക്കെ അറിയിച്ചുകൊണ്ടായിരിക്കും സാധാരണ സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ളവർ കരുതുന്നത്. പക്ഷേ ഈ KNMന്റെ നേതാക്കന്മാർ ഈ പറയുന്ന 9 മണിയോടുകൂടി ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് 10-17ഓളം പ്രവർത്തകരെ ആ വീട്ടിൽ വിളിച്ചു വരുത്തുകയും ഒരു യൂണിറ്റ് രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷേ ആ പ്രദേശത്തിലെ ഭൂരിപക്ഷം സുന്നി പ്രവർത്തകരും മഹല് കമ്മിറ്റിയും ഇടപെട്ടതുകൊണ്ടാണ് അന്ന് കൂടാൻ ഉദ്ദേശിച്ചിരുന്ന ജില്ലാ നേതാക്കന്മാരടക്കമുള്ള പ്രവർത്തകർ അറസ്റ്റ് വരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്. അന്ന് കൂടിയതിൽ ഞാൻ പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ ജാമ്യമെടുക്കാൻ വേണ്ടി ഞാൻ പോയി. ഞാൻ ഈ കോഴിക്കോട് പ്രദേശത്ത് നല്ലൊരു ബന്ധമുള്ള ആളാണ്. നിർഭാഗ്യവശാൽ ക്ഷമിക്കണം, നയാബ് എന്ന പഹയൻ തന്നെയാണ് ഈ കുഴിയിൽ എന്നെയും കൊണ്ട് ചാടിപ്പിച്ചത്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഞാൻ പോയതല്ല. നോക്കി KNMന്റെ ജില്ലാ നേതാക്കളടക്കം 17ഓളം പേര് അകത്ത് കിടന്നപ്പോ എന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ഈ 17 പേർക്ക് വളരെ നിസ്സാരം പോലെ, ഒരുപക്ഷെ ഐഡന്റിറ്റി കാർഡ് പോലും അന്ന് രാത്രി കൊണ്ട് കൊടുക്കാതെ ഈ 17 നേതാക്കന്മാരെയും പ്രവർത്തകരെയും നിസ്സാരം പോലെ പുറത്തിറക്കി. അപ്പൊ കൂടെ നിന്ന ജില്ലാ നേതാവ് പറഞ്ഞു നമുക്കത് ഉപകാരം ആകും. പക്ഷെ ഞാനത് കേട്ടില്ല.
നയാബ് എന്റെ കൂടെ കൂടി മാമ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കറക്കവും കാര്യങ്ങളൊക്കെ നടത്തി. എന്തായിരുന്നാലും പഹ എന്നെ കൊണ്ടേ പോവുള്ളൂ, വണ്ടിയും വലയും തലയിലായി എന്നുള്ളത് ഉറപ്പിച്ചു. അവസാനം ഒരു കമ്മിറ്റി കൂടാമെന്നുള്ളതായി. ഞാൻ പറഞ്ഞ അന്നത്തെ കളിക്കാണെങ്കിൽ ഞാനില്ല, പനച്ചമുട്ടിൽ വെച്ച് കൂടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നയാബെ അല്ല, ഇവിടെ നമുക്ക് പനച്ചമുട്ടിൽ വേണ്ട, നമുക്ക് അമരോളയിൽ വെച്ച് കൂടാന്ന്. അങ്ങനെ അവരുടെ ജില്ലാ നേതാക്കളും ബാക്കി കൂടി വന്നിരുന്ന് അവിടെ നിന്ന് ഒരു കമ്മിറ്റി അങ്ങ് എടുത്തു. അപ്പൊ അന്ന് വരെ നിർവഹിച്ചു പോയിരുന്ന ദുആയില്ല, ദിക്റില്ല, ദിക്ർ ഹൽക്കയില്ല, ഒന്നുമില്ല. വേണമെങ്കിൽ നമസ്കരിക്കാം, ഇല്ല എങ്കിൽ ഒരു പ്രശ്നമില്ല. നെയ്യത്തില്ല, നേർച്ചയില്ല, ഒന്നുമില്ല, വഴിപാടില്ല. എന്താണത്? അവസാനം ഇങ്ങനെ ഒന്നുമില്ലാതെ തന്നെ വർഷങ്ങളോളം നടന്നു. തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ അമ്പലത്തുറയിലുള്ള ഒരു KNMന്റെ ഒരു പ്രവർത്തകൻ മരിച്ചു. അപ്പൊ മറ്റ് KNMന്റെ ഉസ്താക്കന്മാർ വന്ന് നോക്കി, ഈ വീട്ടിൽ പത്രമൊന്നും വരുത്തൂലെന്ന്. ഇല്ല, പാവപ്പെട്ട വീടാണ്. മരണ വീട്ടിൽ സാധാരണ പത്രമാണ് വായിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദെ ഇനിയിപ്പോ ഇവിടെ പത്രമല്ലേ കുഴപ്പമില്ല, അപ്പുറത്ത് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഭഗവത്ഗീത ഞാൻ വാങ്ങിത്തരാം, എന്നാലും കുഴപ്പമില്ല, അവിടെ ഖുർആൻ ഓതണ്ട. അപ്പൊ ഞാൻ ആലോചിച്ചു, അല്ലാ എന്റെ വീട്ടിൽ മരണം സംഭവിക്കുമല്ലോ, പടച്ചവനെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ടോ, സഹോദരൻ, ഇവരൊക്കെ തള്ളി പറയാൻ കഴിയുമോ? നയാബേ ബാ, ഇനി ചിന്തിച്ചേ പറ്റുള്ളൂ. എന്താണ് കാന്തപുരം ഉസ്താദ് കാസർഗോഡ് എന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അവസാനിക്കുന്നതിന് മുമ്പ് ഈ പ്രസ്ഥാനം വിടണം. ഇല്ലെങ്കിൽ നയാബ് പറയട്ടെ. മാമ അപ്പോഴും വിളിക്കും, മാമ നവോത്ഥാന 85 വർഷമായ പ്രസ്ഥാനം എങ്ങനെയാണോ നവോത്ഥാനം 100 വർഷം ആഘോഷിക്കുക. അവസാനം കൊണ്ടു ചാടിപ്പിച്ച നയാബ് തന്നെ കരക്കടിപ്പിച്ചു. അൽഹംദുലില്ലാ, അത് ഒരു ഹയറായ കാര്യം. അതിന് ഞാൻ തുടക്കം ഞാൻ പഹയാന്ന് വിളിച്ചുവെങ്കിലും അവസാനം തലയിൽ കെട്ടും തൊപ്പിയും വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഇടയിൽ കൂടി ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തോറ്റു. ഇനി എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തൊപ്പി വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ തോറ്റു തൊപ്പിയിട്ടു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തോറ്റു തൊപ്പിയിട്ടുകൊണ്ടാണ് നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ വരാൻ പോകുന്നത്. പിന്നെ KNMന്റെ സക്കരിയ സലാഹി സാഹിബിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു എന്തായാലും ഇൻഷാ അല്ലാഹ് അത് നയാബ് ഏർപ്പാട് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടുക്കുമ്പോ ആ ബാലുശ്ശേരിയെ കൂടെ നിർത്തോളൂ, ബാലേട്ടനെ കൂടെ. അല്ല, എന്തായിരുന്നാലും വരുമ്പോ വരട്ടെ. പക്ഷേ വരുമ്പോൾ എനിക്കുള്ളൊരു കണ്ടീഷൻ, മുജാഹിദ് എന്നുള്ള പേരുണ്ടാവരുത്. ആ പേര് മാറ്റിക്കൊണ്ടായിരിക്കണം സുന്നത്ത് ജമാഅത്തിലേക്ക് ബാലുശ്ശേരി വരേണ്ടത്. അല്ലാതെ എങ്ങനെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് ഒരു മുജാഹിദ് എന്ന പേരുള്ള ഒരാളിനെ എങ്ങനെ ഇരുത്താൻ പറ്റും? ഏത് പ്രസ്ഥാനത്തിലാ? സുന്നത്ത് പ്രസ്ഥാനത്തിലാ. പേരെന്താണ്? മുജാഹിദ ബാലുശ്ശേരി. അപ്പൊ രണ്ടും പറ്റൂല. അതിനൊരു മാറ്റം വേണം. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ നേതാക്കന്മാർ ആലോചിക്കട്ടെ. ഇപ്പൊ പറയുന്നത് സക്കീർ യൂണിറ്റ് സെക്രട്ടറി അല്ല, യൂണിറ്റ് സെക്രട്ടറി അല്ല. മുജാഹിദ് സ്റ്റേറ്റ് കോൺഫറൻസ്, സ്റ്റേറ്റ് റിസപ്ഷൻ കമ്മിറ്റി ഓഫീസ്, മുജാഹിദ് സെന്റ്, ന്യൂ ബ്ലോക്ക്, 5th ഫ്ലോർ, CD ടവർ, മിനി ബൈപ്പാസ് റോഡ്, കാലിക്കറ്റ് 4. ഇത് എന്റെ ഉമ്മാരെ പുയ്യാപ്പിളരെ ഓഫീസല്ല. ഇത് മുജാഹിദ് സെന്ററിന്റെ ഓഫീസാണ്, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഓഫീസാണ്. വെല്ലുവിളിക്കുന്ന മുജാഹിദുകളെ, ഇത് നിങ്ങളുടെ ലെറ്റല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളുടെ ഈ സെന്ററിന്റെ കക്കൂസ് കഴുവാൻ ഞാനുണ്ടാവും. കക്കൂസ് കഴുവാൻ ഞാനുണ്ടാവും. ഇത് നിങ്ങളുടെ കത്തല്ല, ഇത് നിങ്ങളുടെ കത്തല്ല, ഇതും നിങ്ങളുടേതല്ല.
തെളിയിക്ക് മുജാഹിദെ, തെളിയിക്ക്. തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, STVയിലും മലബാർ ഗ്ലോബൽസിലും ഒക്കെ കേട്ടോ ഇവരുടെ വിമർശനങ്ങൾ. ആദ്യം മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനം വിടണം എന്ന് ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ 8ഓളം പേര് പനച്ചമൂട് എന്ന് പറയുന്ന എന്റെ മഹലിൽ നിന്ന് ഞങ്ങളൊരു വാഹനത്തിൽ പുറപ്പെടുന്നത്. ഈ വാഹനത്തിൽ പുറപ്പെട്ടപ്പോൾ മുഹമ്മദ് ഹാജ എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് ഒരുപക്ഷേ നമുക്കിവിടെ പത്രാധിപർ എന്നിടാം. ഉദാഹരണത്തിന് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതി പത്രത്തിലായി കഴിഞ്ഞാൽ നാട്ടുകാർ അറിയുമെന്നുള്ളത് പോലെയാണ്. ഒരു രഹസ്യം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി പനച്ചമൂടിലെ മുഴുവൻ മഹല് അംഗങ്ങളും അറിഞ്ഞിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. അപ്പോ അദ്ദേഹത്തിനെയും കൊണ്ട് ഞാനും നയാബും ഫസലും എല്ലാരും കൂടി 7 പേരായിട്ട് ഞങ്ങൾ ഈ 100 പേര് രാജിവെക്കുമ്പോ എന്തായിരുന്നാലും 100 പേരെയും കൊണ്ട് പോകാൻ പറ്റൂല. ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോൺഫറൻസ് നടത്തിയത്. അപ്പോ ആദ്യം ഞങ്ങൾ വള്ളക്കടവ് ജുമാ പള്ളിയിൽ ഇബ്രാഹിം പുഴക്കാട്ടിൽ ഉസ്താദ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ അദ്ദേഹത്തിനെ കണ്ടു. ഉസ്താദിനെ ഈ ഹാജ കെട്ടിപ്പിടിച്ചു, അലിംഗനം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്ന അൽഹംദുലില്ലാഹ് എത്തിപ്പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ കൃത്യമായി എത്തിപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സംഭവിച്ചത്. അടുത്ത് ഞങ്ങൾ പ്രസ് ക്ലബിലേക്ക് പോവുകയാണ്. പ്രസ് റിലീസിൽ അദ്ദേഹം ഒപ്പിടുന്നുണ്ട്. ഒപ്പിട്ട് പത്രസമ്മേളനം തുടങ്ങുന്നു. വിഷയം ഞാൻ ആദ്യം അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് നയാബ് അവതരിപ്പിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഇല്ല എന്നും പറഞ്ഞു. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോ മാറ്റി പറഞ്ഞു. ഇദ്ദേഹത്തിന് പത്രസമ്മേളനത്തിൽ യോജിപ്പ് ഇല്ല എങ്കിൽ പ്രസ് ക്ലബിൽ നിന്നും ഉദ്ദേശം 25 മീറ്റർ മാറിയാണ് സലഫി സെന്റർ ഇരിക്കുന്നത്. $25 കിലോമീറ്റർ അല്ല, 25 മീറ്റർ. ഇദ്ദേഹത്തിന് സലഫി സെന്ററിൽ ചെന്ന് പറയാമല്ലോ. KNM സെക്രട്ടറിയും MSM ജില്ലാ വൈസ് പ്രസിഡന്റും രാജിവെച്ചിരിക്കുകയാണ്. എന്നെയും കൂടെ വിളിച്ചോണ്ട് വന്നു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന്. പഹേൻ അത് പറഞ്ഞില്ല. തിരിച്ച് വണ്ടിയിൽ കയറി വള്ളക്കടവില് ഒരു ഹോട്ടലിൽ ഒന്ന്, വയലിൽ ഹോട്ടൽ. അവിടെ നല്ല മട്ടനും ഒക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു. അത്യാവശ്യം ഹാജ മാമ, എന്റെ മാമനാണ്, മാമൻ ഇബ്രാഹിം സഖാഫിയുടെ അടുത്തിരുന്ന് തന്നെ ഞണ്ണി. പക്ഷെ നന്ദിയില്ലാതായി. നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ അത് ചെയ്യില്ലായിരുന്നു. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തോടാണ് അദ്ദേഹത്തിന് നന്ദിയെങ്കിൽ, നയാബെ, സക്കീറെ, ഞാൻ വരുന്നില്ല, നിങ്ങൾ വെക്കോ. അത് പറഞ്ഞോ? ഇല്ല. അവസാനം വരെ ഞങ്ങളോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന്റെ ഒരു ബന്ധു മരിച്ചപ്പോൾ ആട് മുജാഹിദ് എന്ന് പറയുന്ന നിലമ്പൂരിലെ ആ ഒരു തരീക്കത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ വന്നു പറഞ്ഞു. മകനെ ഫോൺ ചെയ്ത് പറയുന്നു ആദ്യം, മോനെ ഞാൻ രാജിവെച്ചു KNM. അൽഹംദുലില്ലാഹ്. പിന്നെയാണ് അറിഞ്ഞത് ഷേഖുന കാന്തപുര ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സുന്നി പ്രസ്ഥാനത്തിലേക്കാണ് പോകുന്നു എന്നുള്ളത്. പക്ഷേ മോൻ അടുത്ത വണ്ടിയിൽ കയറി ഇവിടെ വന്നു. വാപ്പയെ കൊണ്ട് മാറ്റി പറയും. KNM-ന് ഒരു മാപ്പവേശം തിരിച്ച് വീണ്ടും അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തിലോട്ട് കടന്നു വന്നുവെങ്കിലും ഭൂരിപക്ഷ സുന്നി വിവാഹങ്ങൾ താമസിക്കുന്ന എന്റെ മഹലിൽ ഞങ്ങളൊരു ഉളിഹ വിതരണം
വളരെ ഗംഭീരമായി രാജിവെച്ചതിന് ശേഷം ഒന്ന് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടപ്പോ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു. പെരുന്നാളിന്റെ പിറ്റേന്ന്, പെരുന്നാളിന് സാധാരണ ആ പ്രദേശത്തുള്ള നമ്മുടെ മഹലില് സംഘടിത ഉലുഹിയ വിതരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളത് ശനിയാഴ്ചയാക്കി ചെറിയ ഒരു ടോക്കണൊക്കെ അടിച്ചു വീടുകളിൽ എത്തിച്ചാണത്. കാരണം നമ്മുടെ സുന്നി പുതിയ ഒരു ഗ്രൂപ്പ്, ഒരു സംഘടന ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് എന്നുള്ള ഒരു വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള മഹലുകാർ നോക്കി. എന്തായിരുന്നാലും ഇത് ശരിയാവില്ല. പിന്നെ ഈ തിരിച്ചു മുജാഹിദിലേക്ക് പോയ ഹാജായും കുറച്ച് പണിയെടുത്തപ്പോ ഞങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ ഭീകരവാദികളായി, ഞങ്ങളെയൊക്കെ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് ആ മഹലിൽ നിന്ന് എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അത് സുന്നി ഭൂരിപക്ഷ മഹലാണത്, അല്ലാതെ ജമാഅത്ത് ഇസ്ലാമി ഭൂരിപക്ഷമുള്ള മഹലല്ല, KNM ഭൂരിപക്ഷമുള്ള മഹലല്ല, EK ഭൂരിപക്ഷമുള്ള ഒരു മഹലല്ല. പക്ഷേ അവിടെ ഉള്ളത് ദക്ഷിണ കേരള ജുമ്മിയത്തുൽ ഉലമ, ദക്ഷിണ കേരള ജുമ്മിയത്തുൽ ഉലമ, കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി. പക്ഷേ ആ കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവിയുടെ നേതൃത്വത്തിലുള്ള ആ സുന്നി സംഘം യുവാക്കളുടെ കടയ്ക്കലാണ് കത്തിവെച്ചേക്കുന്നത്. എന്ത് പോക്കരിത്തരമാണെങ്കിലും കാണിക്കാം, മഹൽ ഒരു പ്രശ്നമില്ല. പക്ഷേ കാന്തപുരം ഉസ്താദിന്റെ സുന്നി ഇങ്ങോട്ട് വരണ്ട, വന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം ദുആ ചെയ്യണം. ഞാൻ എന്തായിരുന്നാലും 2 ദിവസത്തിനകത്ത് പിന്നെ വഖഫ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് ഒരു വിധി സമ്പാദിക്കാൻ വേണ്ടി പോകുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഈ പുറത്ത് നിൽക്കുമ്പോൾ ഒരു പിന്നെ സുന്നി സെന്ററും അതുമായിട്ട് അനുബന്ധ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ റൂട്ട് തന്നെ പോകുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. പിന്നെ അതുപോലെ ഈ 100 കൊണ്ടൊന്നും ഞങ്ങള് തൃപ്തരാകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങള് എന്തായിരുന്നാലും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഈ വടക്കൻ കേരളമൊക്കെ നിങ്ങൾ നോക്കും, തെക്കൻ കേരളം തിരുവനന്തപുരം ജില്ല ഒന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂടി ഒന്ന് കുറച്ചെണ്ണത്തിനെ കൂടെ ഒക്കെ ഒന്ന് വലവീശി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള നോക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുക. പിന്നെ വലിയ പ്രാസംഗികനൊന്നുമില്ല. ഈ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സുന്നി സെന്റർ വ്യക്തമായ രീതിയിൽ AP കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ആ സുന്നി സംഘത്തിന്റെ ഒരു സുന്നി സെന്റർ ഓപ്പണിംഗ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഅവ സെൽ കൺവീനർ അലവി സഖാഫി കൊളത്തൂർ സമാപന പ്രഭാഷണവും കൂടി നടത്തുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا الله. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم: أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله. صدق رسول الله. ആദരണീയരായ സാദാത്തുക്കളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, കർമ്മധീരരായ പ്രവർത്തകരെ, നല്ലവരായ സത്യാന്വേഷികളായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഇവിടെ സംഗമിച്ചതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന, ആഹ്ലാദത്തോടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടുന്ന വിഭാഗത്തിൽ നമ്മളെയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇവിടെ വളരെ നേരത്തെ ആരംഭിച്ച ഒരു സംഗമമാണിത്. കേരളത്തിന്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്ത് നിന്ന് മുജാഹിദ് പ്രസ്ഥാനം വലിച്ചെറിഞ്ഞ് അഹ്ലുസുന്ന വൽ ജമാഅത്തിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവർ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടു. 100ഓളം വരുന്ന, അതിലേറെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന രൂപത്തിൽ അവർ ഇവിടെ സംസാരിച്ചു. അവരുടെ പ്രതിനിധികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിലും തഖ്വയിലും അധിഷ്ഠിതമായി ജീവിക്കാനും ദീർഘായുസോടെ ദീനി ഖിദ്മത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള ഭാഗ്യം ചൊരിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നാം എല്ലാവരും കേട്ടതുപോലെ തൗഹീദുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ മരം ചുറ്റിക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ചോദിക്കുന്നത്, മുജാഹിദ് പ്രസ്ഥാനം 8ാം സമ്മേളനം നടത്തുമ്പോൾ 8 ഗ്രൂപ്പായി എന്നത് ശരി തന്നെയാണ്. പക്ഷേ സുന്നികൾക്കിടയിലും ഇതുപോലെ 1ഉം 2ഉം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇതിലെന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഞാൻ പറയുന്നു, ഇത് അതുപോലെയല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ 8 ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നത് 8 വിധം തൗഹീദുമായിട്ടാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ വിഭാഗം ആളുകളും പറയുന്നത് മറുവിഭാഗത്തിന്റെ തൗഹീദ് ശരിയല്ല, അവർ ശിർക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്, അവർ തൗഹീദിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിരിക്കുന്നു എന്നാണ് കേരളത്തിലുള്ള എല്ലാ വിഭാഗം മുജാഹിദുകളുടെ ഗ്രൂപ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ ഓരോ തൗഹീദ് രംഗപ്രവേശനം ചെയ്ത് കൊണ്ടുവന്ന് അവർ മുസ്ലിമീങ്ങളെ, മുജാഹിദുകളെ ആശയക്കുഴപ്പത്തിലാക്കി സാധാരണക്കാരായ മുജാഹിദുകൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളെ തൗഹീദിന്റെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആളുകൾ അവരിപ്പോൾ പറയുന്നത് എന്താണ്? ഈ മൗലവിമാര് ശിർക്കിലേക്ക് ഞങ്ങളെ നയിക്കുകയാണ്. ഈ മൗലവിമാർക്കൊന്നും പരലോകത്തിൽ വിശ്വാസമില്ലേ എന്ന് മുജാഹിദുകളുടെ സാധാരണക്കാരായ ആളുകൾ വരെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നതല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവി വിഭാഗത്തിന്റെ വാക്താവെന്ന രൂപത്തിൽ ഇവിടെ പ്രസംഗം നടത്തിയിരുന്ന കെ സക്കരിയ സലാഹി പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്, മുജാഹിദ് സംഘത്തിന്, അതിലെ മൗലവിമാർക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് സാധാരണക്കാരായ ആളുകൾ, സാധാരണ മുജാഹിദുകൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുജാഹിദ് നേതാവായ സക്കരിയ സലാഹി തന്നെ പറയുന്നത്. എന്താണ് കാരണം? ഇക്കാലം എത്രയും മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുള്ള തൗഹീദ് അത് മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് നേതാക്കൾ അനുയായികളുടെ മുമ്പിൽ വെച്ച് ഈ കാര്യം തുറന്നടിക്കുന്നത്. സക്കരിയ സലാഹി പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. മൊത്തത്തിൽ ആളുകൾ ഇപ്പൊ നിങ്ങൾ മൗലവിമാർക്ക് ആർക്കും പരലോകത്തിൽ വിശ്വാസമല്ല, എന്നാ പിന്നെ ഞങ്ങളൊക്കെയാ നല്ലത്. ഇത് കേൾക്കുമ്പോ എന്തൊരു വിഷമുണ്ട് എന്നറിയോ? കാരണം നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ദീന് പറയുന്ന, നിങ്ങൾക്ക് തസ്കിയത്തും തഖ്വയും പ്രസംഗിച്ചു തരുന്ന ഞങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള പറയാൻ പാടില്ലാത്തത് പറയുകയും കളവ് പ്രചരിപ്പിക്കുകയും അനീതിക്കും അക്രമത്തിനൊക്കെ കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ദീനിനോടും ദീനിന്റെ പ്രവർത്തകരോടും മതിപ്പ് കുറയും. പക്ഷേ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റിയതല്ല ഇത്. അപ്പൊ മൊത്തത്തിൽ ജനങ്ങൾ പറയുന്നത് ഇതാണ്, മൗലവിമാർക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. എന്താ കാരണം? ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് എന്നു പറഞ്ഞ് ജനങ്ങളെ വശീകരിച്ചിരുന്ന ഈ വിഭാഗം ആളുകൾ ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭൂരിപക്ഷം നോക്കി തൗഹീദും ശിർക്കും തീരുമാനിക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂരിപക്ഷം അനുസരിച്ച് ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടല്ല.
സക്കരിയ സലാഹി തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നു, എന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി. എനിക്ക് ആ പുറത്താക്കിയതിൽ സന്തോഷമേ ഉള്ളൂ. മിഠായി വിതരണം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാരണം എന്നറിയോ? അയാൾ സങ്കടത്തോടെ പറയാണ്. ഇത് പറയുമ്പോഴല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കൊക്കെ അറിയുകയുള്ളൂ. എന്നെ പുറത്താക്കിയപ്പോ മിഠായി വിതരണം ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഒരു ഹദീസ് എനിക്ക് ഇനി കിട്ടിയാൽ, പൂർവീകരായ ഇമാമുകൾ പഠിപ്പിച്ച ഒരു തഫ്സീർ, ആയത്തിന്റെ തഫ്സീർ കിട്ടിയാൽ, അത് മുജാഹിദ് പണ്ഡിത സഭയായ KJU ചർച്ച ചെയ്യാതെ, മുജാഹിദ് മൗലവിമാർക്കിടയിൽ വെച്ച് യോഗം കൂടിയിട്ട് ചർച്ച ചെയ്യാതെ തന്നെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ പുറത്താക്കിയതിൽ ഞാനിതാ മിഠായി വിതരണം ചെയ്യാൻ തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് സംഘം, ആ മുജാഹിദ് സംഘത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത്? പരിശുദ്ധ ഖുർആനോ തിരുഹദീസുകളോ പൂർവീകർ പഠിപ്പിച്ചു പോയ ആശയങ്ങൾ, ആ ആശയമനുസരിച്ച് പറയാൻ, ആ പൂർവീകരുടെ വ്യാഖ്യാനം പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറയണമെങ്കിൽ KJU യോഗം ചേർന്ന് വോട്ടിനിട്ട് തീരുമാനിച്ച് അതിൽ ഭൂരിപക്ഷം കിട്ടിയെങ്കിൽ മാത്രമേ പറയാവൂ എന്നിടത്ത് മുജാഹിദുകൾ എത്തിയെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് തൗഹീദിന് വേണ്ടിയാണോ? ഇത് ഖുർആനിന് വേണ്ടിയാണോ? ഇത് സുന്നത്തിന് വേണ്ടിയാണോ? ഇവർ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് അർഹതയുണ്ടോ? സഹോദരന്മാരെ, നാം ചിന്തിക്കേണ്ടതില്ലേ? മുജാഹിദ് സംഘത്തെ കുറിച്ച് അവരുടെ നേതാവാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിലെ എല്ലാ വിഭാഗം മുജാഹിദുകളുടെയും അവസ്ഥയാണ് അവരീ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാഗം ഒന്ന് വെച്ചുകൊടുത്ത മുജാഹിദ് സംഘം എന്നതിലെ ഒന്നാമത്തെ ആ ഭാഗം ഒന്ന് വെച്ചുകൊടുത്ത അവർ പറയുന്നത് കാണാം. സക്കരിയ സലാഹിയുടെ വർത്തമാനമാണ്. എനിക്കേതായാലും ഇപ്പൊ വിലക്കില്ലാത്ത കാലാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മിഠായി വിതരണം ചെയ്യണോ? സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണല്ലോ, ശ്വാസം വിടാലോ. ഇനിയിപ്പോ ഒരു ഹദീസ് കണ്ട KJU ചർച്ച ചെയ്തിട്ടേ പറയാൻ പാടുള്ളൂ എന്നില്ലല്ലോ. ആയത്തിനൊരു തഫ്സീർ സലഫ് സാലിഹികളുടെ ഗ്രന്ഥത്തിൽ കണ്ടാൽ അടുത്ത മീറ്റിംഗ് പറഞ്ഞിട്ട് വോട്ടിനിട്ട് പാസ്സായാലേ പറയാവൂ എന്നില്ലല്ലോ. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്, ഒരു മിഠായി വിതരണം നടത്തിയാലോ എന്ന് ഞാൻ തമാശയായി ചോദിച്ചു. കേട്ടില്ല നിങ്ങൾ? അപ്പൊ KJU അവരുടെ പണ്ഡിത സഭയാണ്. അതിൽ ചർച്ച ചെയ്ത് വോട്ടിനിട്ടതിന് ശേഷമേ പറയാൻ പറ്റൂ എന്നിടത്തേക്ക് മുജാഹിദുകൾ അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാധാരണ മുജാഹിദുകൾ മൗലവിമാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്കാൾക്കും പരലോകത്തിൽ വിശ്വാസമില്ലേ? സഹോദരങ്ങളെ, എവിടെ എത്തി ഈ പ്രസ്ഥാനങ്ങൾ? ഖുർആനിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ പ്രവർത്തിച്ച ഈ വിഭാഗം ആളുകൾ അന്ന് മുതൽ, ഇവർ കേരളത്തിൽ രംഗത്തു വന്ന കാലഘട്ടം മുതൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയാൻ തുടങ്ങിയതാണ്, ഇത് തൗഹീദ് പ്രസ്ഥാനമല്ല, ഇത് കേരളത്തിലെ മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന പ്രസ്ഥാനമാണ്. കാഫിറാക്കൽ കലാകാരന്മാരാണിവർ. കാഫിറാക്കൽ അല്ലെങ്കിൽ ശിർക്ക് മുശ്രിക്കാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടവരാണ് എന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, സഹോദരന്മാരെ, അന്ന് മുതലേ പറയാൻ തുടങ്ങിയതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കേരളത്തിലെ മുജാഹിദുകൾക്ക് ഒരു മടിയുമില്ലാതെ അവർ 8 ഗ്രൂപ്പായി പിളരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കി, അവർ കാഫിറും മുശ്രിക്കുമാക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു അവർ. അന്ന് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മുജാഹിദ് നേതാവ് ബാലുശ്ശേരി പറഞ്ഞത് എന്താ? അബൂജഹലിനേക്കാളും വലിയ നേതാവാകുന്നു ആര്? ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നിങ്ങൾ ചിന്തിക്കണം, മുശ്രിക്കാക്കുന്നതിൽ ഒരു ലജ്ജയുമില്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അന്ന് മുസ്ലിം പണ്ഡിതന്മാരെയും ലോകത്തുള്ള എല്ലാ ആളുകളെയും, മുജാഹിദുകളല്ലാത്ത മുഴുവൻ ആളുകളെയും മുശ്രിക്കും കാഫിറുമാക്കി ചിത്രീകരിച്ചത് നമ്മുടെ മുമ്പിൽ പച്ചയായ യാഥാർത്ഥ്യമാണ്. മുജാഹിദ് നേതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഒന്ന് കേട്ടോളൂ. അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, മഹാനായ ശൈഖുന AP ഉസ്താദ് അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാകുന്നു, അബൂജഹലിന്റെയും ലീഡറാകുന്നു എന്നാണ്. അയാൾ പറയട്ടെ എന്ന് വെച്ചുകൊടുത്ത്. എന്നെങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറിച്ചല്ലോ. സലാം അലൈക്കും
ഷെയ്ഖുന കാന്തവരല്ലേ, ഞാൻ അബൂജേല്. അസ്സലാമു അലൈക്കും. ഷെയ്ഖുന കാന്തവരല്ലേ, ഞാൻ അബൂജേല്. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണ് എന്ന് പറയുന്നത്. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണ് എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളെ മൊത്തവും കേരളത്തിലെ സുന്നികളെ മൊത്തവും മുശ്രിക്കാക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് ഏതായിരുന്നോ ആ തൗഹീദ് കേരളത്തിലെ മുജാഹിദ് രൂപീകരിച്ച കാലഘട്ടം മുതൽ പറഞ്ഞിരുന്ന തൗഹീദ്, ആ തൗഹീദ് എന്ന പേരിൽ മൗലവിമാരുടെ ദുർവ്യാഖ്യാനം ഏതോ ആ ദുർവ്യാഖ്യാനം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറും ആക്കിയിരുന്നത്. ലജ്ജയില്ലാതെ മുസ്ലിമീങ്ങളെ കാഫിറാക്കിയപ്പോ ബഹുമാനപ്പെട്ട KP ഉസ്താദിനെ, ശംസുൽ ഉലമയെ, അതുപോലെ മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാരെ എല്ലാവരെയും അവർ കാഫിറാക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ദുർവ്യാഖ്യാനമാകുന്ന തൗഹീദ് എന്ന പേരിലുള്ള മൗലവിമാരുടെ സ്വയം സൃഷ്ടി അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കാഫിറും മുശ്രിക്കുമാക്കിയിരുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, അതേ തൗഹീദിന്റെ പേരിൽ കേരളത്തിലെ മുജാഹിദുകൾ ആ തൗഹീദിന്റെ പേരിൽ തന്നെ ഇപ്പോൾ പരസ്പരം കാഫിറും മുശ്രിക്കുമാക്കിക്കൊണ്ടിരിക്കുന്ന രംഗം നമുക്ക് കാണാം. വിശദമായി ഞാൻ അതിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മുടെ പിറകെ ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട നൗഷാദ് ഹസൻ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഞാൻ പറയുന്നത്, ആ തൗഹീദിന്റെ പേരിൽ അവർ സൃഷ്ടിച്ചെടുത്ത ദുരന്തം എന്താണോ അതിന്റെ പേരിലാണ് അവർ ഇപ്പോൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പൂർവീകരായ മുസ്ലിമീങ്ങൾ 14 നൂറ്റാണ്ട് കാലം പഠിപ്പിച്ച തൗഹീദ്, ആ 14 നൂറ്റാണ്ട് കാലം പഠിപ്പിച്ച തൗഹീദ്, അതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ നിലനിന്ന ആശയമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പറ്റും, അവിടത്തെ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റും, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവസ്സുൽ ചെയ്യാൻ പറ്റും, അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടാൻ പറ്റുമെന്ന് മാത്രമല്ല അത് പുണ്യകർമ്മമാകുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമുകളും പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ മുജാഹിദുകൾക്കിടയിലുള്ള തർക്കം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്ന ഈ തൗഹീദ് മാറ്റിക്കഴിഞ്ഞാൽ പൂർവീകരായ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ, ഇമാമുകളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പറയേണ്ടി വരും എന്നാ മുജാഹിദുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാമുകൾക്കാർക്കും തൗഹീദ് തിരിഞ്ഞില്ല എന്ന് പറയേണ്ടി വരുമെന്ന് മുജാഹിദുകൾ വിലപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമുകൾ നിങ്ങൾക്കറിയാമോ? സ്വഹാബികൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം തൗഹീദിൽ മുസ്ലിം ലോകത്തുള്ള പ്രഥമ പൗരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ പഠിപ്പിച്ച തൗഹീദ് നിങ്ങൾക്കറിയാമോ? മഹാനവറുകൾക്ക് മരണാസന്ന രോഗം, ആ രോഗസമയത്ത് ബഹുമാനപ്പെട്ടവർ ഉറപ്പിക്കുന്നു, ഈ രോഗത്തിൽ ഞാൻ മരിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ വേണ്ടപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും വിളിച്ചു വസിയത്ത് ചെയ്യുകയാണ്. എന്താ പറയുന്നത്? ഞാൻ ഈ രോഗത്തിൽ മരിച്ചു പോയാൽ, ഞാൻ ഈ രോഗത്തിൽ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ എന്തു ചെയ്യണം? എന്നെ കുളിപ്പിക്കണം, എന്നെ കഫൻ ചെയ്യണം, എന്റെ പേരിൽ നിങ്ങൾ നിസ്കരിക്കണം, അതിനുശേഷം നിങ്ങൾ എന്നെ മറവു ചെയ്യണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് തന്നെ നിങ്ങൾ എന്നെ മറവു ചെയ്യണം. ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്യുന്നു. എന്നിട്ട് സ്വഹാബത്തിനോട് നിർദ്ദേശിക്കുകയാണ്. ആ വസിയത്തായി അദ്ദേഹം പറയുകയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജനാസയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ മറവു ചെയ്യുന്നതിന്റെ മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിക്കണം. സമ്മതം ചോദിക്കണം. എന്താണ് സമ്മതം ചോദിക്കേണ്ടത്? അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഒന്നാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന തൗഹീദാണിത്. അവിടുന്ന് പഠിപ്പിക്കുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പറയണം, നബിയേ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനുക.
നബിയെ ഇത് അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഇതാ സമ്മതം ചോദിക്കുന്നു. നബിയെ, തങ്ങളുടെ ചാരത്ത് മറവു ചെയ്യാൻ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. തങ്ങൾ സമ്മതം നൽകിയാൽ ഞങ്ങൾ ഇവിടെ മറവു ചെയ്യും. വഇല്ലം യൂദൻ, സമ്മതം നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, ഫഅഖ്രിജൂനി വദ്ഫിനൂനി ഫിൽ ബഖീഅ്, എന്നെ നിങ്ങൾ ജന്നത്തുൽ ബഖീഇൽ കൊണ്ടുപോയി മറവു ചെയ്യണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുകയാണ്. നോക്കണം നിങ്ങൾ, ആരംഭ റസൂൽ ഖബർ ഷരീഫിൽ കിടക്കുന്നു. ഖബറിലുള്ള റസൂലുള്ളാഹിയോട് ആ സമ്മതത്തിന് വേണ്ടി വിളിക്കണമെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വസിയത്ത് ചെയ്യുന്നു. അത് ശിർക്കാണ് എന്ന ഒരു വാദം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ല. അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന ഒരു ചിന്താഗതി സ്വഹാബാക്കൾക്ക് തീരെ അറിയുന്നില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സഹാബികളും വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്ത് പഠിച്ച സ്വഹാബികൾ ഇത് ശിർക്കാണെന്ന് ചിന്തിച്ചിട്ടില്ല. അവരെന്തു ചെയ്യുന്നു? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ബഹുമാനപ്പെട്ടവരെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. അങ്ങനെ മയ്യത്തുമായി ജനാസയുമായി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിലെത്തുന്നു. ആ വാതിലിന്റെ അരികിൽ ജനാസ വെച്ചുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനുക. നബിയേ, ഇത് സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസയാണ്. തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. തങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങൾ ഇവിടെ മറവു ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസയുമായി സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് അപേക്ഷിക്കുകയാണ്, പറയുകയാണ്. നോക്കണം നിങ്ങൾ, വഫാത്തായി ഖബറിൽ കിടക്കുന്ന നബി തങ്ങളുടെ സമ്മതം കിട്ടാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾ ആവശ്യപ്പെടുമ്പോ അത് ശിർക്കാണെന്ന മുജാഹിദ് വാദം, അത് തൗഹീദിന് വിരുദ്ധമാണെന്ന ബിദ്അഈ വാദം സ്വഹാബികൾക്കറിയില്ല. ആ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയപ്പോൾ എന്തുണ്ടായി? ആ ഖബർ ഷരീഫിൽ നിന്നതാ മറുപടി വരുന്നു. അവിടുന്ന് പറയുന്ന മറുപടി എന്താണ്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. എന്റെ ഹബീബായ സിദ്ദീഖിനെ അവരുടെ ഹബീബായ എന്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കണം. കാരണം ഹബീബും തമ്മിൽ സംഗമിക്കാൻ കൊതിയാകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കണം, ഇവിടെ നിങ്ങൾ മറവു ചെയ്യണമെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മറവു ചെയ്യാനായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയത്ത് ചെയ്യുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അവിടെ മറവു ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി തങ്ങളുടെ ഹുജ്റ ഷരീഫിന്റെ റൂമിന്റെ വാതിലിതാ തുറക്കുന്നു. ആ വാതിൽ തനിയെ തുറക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അവിടെ മറവു ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു ആചാരം, ഈ ഒരു കർമ്മം സുന്നികളായ നമ്മൾ ലോകത്ത് കഴിഞ്ഞുപോയ 14 നൂറ്റാണ്ട് കാലം ജീവിച്ച മുഴുവൻ ഇമാമുകളും മുഴുവൻ വിശ്വാസികളും ചെയ്യുന്ന ഈ കർമ്മം ഇതൊരിക്കലും മഹാത്മാക്കളോട്, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കലോ, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യലോ, ശഫാഅത്ത് ചോദിക്കലോ ഒരിക്കലും തൗഹീദിന് വിരുദ്ധമാണ് എന്ന ആശയം സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അവർക്കാർക്കും പരിചയമില്ല. അവിടെ നിങ്ങോട്ട് സ്വഹാബികൾ മുഴുവനും താബിഉകൾ മുഴുവനും പഠിപ്പിച്ചത് ഈ തൗഹീദായിരുന്നു. അതൊരിക്കലും കലിമത്തു തൗഹീദ് പൂർവീകർ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തൗഹീദിനെതിരാണെന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാമോ, സ്വഹാബത്ത് ജീവിക്കുന്ന ഹിജ്റ 50കൾക്ക് ശേഷം ജീവിച്ച സ്വഹാബികൾ അവരുടെ കാലത്ത് മദീനയിൽ ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു അത്? മദീനയിൽ ഒരു അക്രമിയായ ഗവർണർ വരികയാണ്, നിശ്ചയിക്കപ്പെടുകയാണ്. ആ ഗവർണറുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി എന്താണ്? മദീനയിലുള്ള സ്വഹാബികളും താബിഉകളും കൂടി ചിന്തിക്കുന്നു, ചർച്ച ചെയ്യുന്നു.
പരിഹാരം കാണുന്നത് എന്താ? ഫജ്തമഅ സ്വഗീറു വൽ കബീറു ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലുള്ള ചെറിയവരും വലിയവരുമായ മുഴുവൻ സ്വഹാബികളും താബിഉകളും തബഉ താബിഉകളും എല്ലാവരും അതാ അവിടെ ഒരുമിച്ച് കൂടുന്നു. ആരംഭ റസൂലിന്റെ മദീനത്തെ ആ ഖബർ ഷരീഫിന്റെ ചാരത്ത് അവർ ഒരുമിച്ച് കൂടുന്നു. ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുന്നത് എന്താ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞില്ല, വലാദു ബിഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനോട്, റസൂലിന്റെ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കി അവർ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, ജാറങ്ങളിലേക്ക് പോകുന്നത് സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദാണ്. അത് പൂർവികർ പഠിപ്പിച്ച തൗഹീദാണ്. ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതാരാ? അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന സ്വഹാബി വര്യനാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഹിജ്റ 346 വഫാത്തായ അല്ലാമ മസ്ഊദി തന്റെ മുറൂജു ദഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അവരൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമുകൾ അവരെല്ലാവരും ചെയ്യുന്നത് ഈ കർമ്മമാണ്. വഫാത്തായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്ന് തവസ്സുൽ ചെയ്യുന്നു, സഹായം ചോദിക്കുന്നു, ശഫാഅത്ത് തേടുന്നു. അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. മദീനയിലുള്ള സ്വഹാബികളും താബിഉകളും ഒന്നാകെ സംഗമിച്ചുകൊണ്ട് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കി പ്രഖ്യാപിച്ച് പ്രാർത്ഥന നടത്തിയപ്പോൾ അതാ ആ ഗവർണറുടെ കയ്യിൽ ഒരു മുഴ പൊന്തുന്നു. പൊന്തിയ മുഴ വൃണമായി ക്യാൻസറായി മാറി. അങ്ങനെ ആ ഭരണാധികാരി, ആ ഗവർണർ അത് കാരണം മരിക്കുന്നു. ഇമാം മസ്ഊദി രേഖപ്പെടുത്തി വെക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയവർ, സ്വഹാബികൾക്ക് ശേഷം, താബിഉകൾക്ക് ശേഷം എല്ലാവരും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചവരാണ്, വിളിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളവരാണ്, ശഫാഅത്ത് തേടണമെന്ന് എഴുതി വെച്ചവരാണ്. കിതാബുകളിലൊക്കെ കഴിഞ്ഞുപോയ ഇമാമുകൾ ഈ സത്യം തുറന്നെഴുതിയിട്ടുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ചാരത്തെത്തിയാൽ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സാന്നിധ്യത്തിൽ നിൽക്കണം, ഭവ്യതയോടെ നിൽക്കണം. എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഖുബാലത വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഖബർ ഷരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിൽക്കണം. എന്നിട്ടോ വയതവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി വയസ്തശ്ഫിഉ ബിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം, റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് തേടണം. അത് പുണ്യകർമ്മമാണ്, അത് സുന്നത്താകുന്നു. ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമുകൾ, ഇമാമുൽ ഹറമൈനി, ഇമാം ഗസ്സാലി, ഇമാം ഇബ്നു ഖുദാമ, ഇമാം നവവി, സഹോദരങ്ങളെ, ലോകത്ത് അറിയപ്പെട്ട ഏതെല്ലാം പണ്ഡിത പ്രമുഖരുണ്ടോ അവരൊക്കെ പഠിപ്പിക്കുന്നു, അവരൊക്കെ എഴുതി വെക്കുന്നു. നമ്മുടെ രാജ്യത്തെ ബിദ്അകൾ പറയുന്നതോ അത് തൗഹീദിന് വിരുദ്ധമാണ്. എന്നിട്ട് യാ ഇബാദല്ലാഹി വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ചയെ കുറിച്ച് മുജാഹിദുകൾ ഇപ്പോ പറയുന്നത് എന്താ? അത് ശിർക്കാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഇത് ചൊല്ലി പറഞ്ഞ ഇമാമുകൾ 1200 വർഷം ജീവിച്ച ഇമാമുകൾ ലോകത്ത് കഴിഞ്ഞു പോയി. അതാരൊക്കെയാണ്? അതൊക്കെ മുജാഹിദ് നേതാക്കൾ തന്നെ പറഞ്ഞത് ഇവിടെ പറയാനും കാണിക്കാനുമുണ്ട്. നമുക്ക് അനുവദിച്ച സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഇമാമുകളൊക്കെ അവരൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് മുശ്രിക്കാക്കാൻ കഴിയുമോ എന്നാ മുജാഹിദുകൾ മാറി മാറി ചോദിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅത്ത് 14 നൂറ്റാണ്ട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശമാണ്. ഈ ഇമാമുകളൊക്കെ തന്നെയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തവസ്സുൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞവരാണ്, ഇസ്തിഗാസ ചെയ്യണമെന്ന് പറഞ്ഞവരാണ്, ശഫാഅത്ത് തേടണമെന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ 10,000കണക്കിന് ലക്ഷക്കണക്കിന് ഇമാമുകൾ അത് ചെയ്തിട്ടുള്ള ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് അവരൊക്കെ കാഫിറും മുശ്രിക്കുമാണ് എന്ന് പറയേണ്ടി വരുന്ന ദുരന്തപൂർണമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ള ബിദ്അകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് അവരുടെ തൗഹീദ്, അവരുടെ ശിർക്കുകൾ മാറി മറിയുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൗഹീദ് അത് അചഞ്ചലമാണ്. അചഞ്ചലമായ തൗഹീദുമായിട്ടാണ്
14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തോടെയാണ് വിശ്വാസികളായ നാം ഇവിടെ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും. ആ തൗഹീദാണ് നമ്മുടെ കൈമുതൽ. പ്രിയപ്പെട്ടവരെ, ആ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് നമ്മളെല്ലാവരും ഈ വിശ്വാസത്തിന് വേണ്ടി അഹ്ലുസുന്ന വൽ ജമാഅത്ത് വാർഷിക മഹാസമ്മേളനം അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം നമ്മുടെ ഈ മഹത്തായ തൗഹീദിന്റെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നന്മക്കും പുരോഗതിക്കും അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനും നമ്മൾ ഉപയോഗപ്പെടുത്തി പ്രചാരണ പ്രവർത്തനങ്ങൾ, പ്രബോധന രംഗം കാര്യക്ഷമമാക്കി മുന്നേറാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സമാപന ഭാഷണം ബഹുമാനപ്പെട്ട സുഹൃത്ത് നൗഷാദ് ഹസൻ ഇവിടെ നിർവഹിക്കുന്നു. നമുക്ക് സമയം വളരെ കുറവാണ്. നമുക്ക് നിയമപാലകർ അനുവദിച്ചു തന്ന സമയത്തിന്റെ പരിമിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനി അദ്ദേഹം പ്രസംഗത്തോടു കൂടി നമ്മുടെ ഈ പരിപാടി അവസാനിക്കും. അത് കഴിഞ്ഞ് ദുആക്ക് ശേഷം എല്ലാവരും പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.